ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ആദ്യം 2 മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങെടുത്ത് തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു സവാള മീഡിയം വലുപ്പത്തിലുള്ളത് എടുക്കാം. എനിക്കിവിടെ ഓൾറെഡി വലിയ സവാളയായിരുന്നു, അത് കാരണം ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4 പച്ചമുളക്, 4 സ്ലൈസ് വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന ഗ്രീൻ പീസ്, ബീൻസ്, ഇതൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഓൾറെഡി ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അവൈലബിൾ ആയത് കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ റോ വെജിറ്റബിൾസ് ആണ് എടുക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ കിഴങ്ങൊക്കെ വേവിക്കുന്ന കൂട്ടത്തിൽ ഇതും വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചു. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക്, നമ്മുടെ ഉഴുന്ന് പരിപ്പ്, അതുപോലെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ വറ്റൽമുളക്, 2 ഗ്രാമ്പു, ഒരു ചെറിയ കറുവപ്പട്ടയുടെ കഷ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്നും കൂടെ വീണ്ടും ഇളക്കി കൊടുക്കുക. അത് ഒന്ന് പാകമായി വരുന്ന സമയത്ത് പിന്നെ അതിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യാം. കുരുമുളക് നമുക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഒരു കുഞ്ഞ് 1/2 ടീസ്പൂണിനടുത്ത് ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമുക്ക് അവൈലബിൾ അല്ലാത്തത് കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് പൗഡറാണ്. അങ്ങനെ കോക്കനട്ട് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു 3 ടീസ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഞാൻ ഈ കോക്കനട്ട് പൗഡറിൻ്റെ കൂടെ തന്നെ നമ്മുടെ നോർമൽ മിൽക്ക് 2 ടീസ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കാഷ്യൂ നട്ട്സ് അവൈലബിൾ അല്ല. നമ്മൾ കാഷ്യൂ അവൈലബിൾ ആണെങ്കിൽ ഒരു കാഷ്യൂ ഒരു 4-5 നമ്മളത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പാലതിലോട്ട് ഒഴിച്ച് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തത് കൂടെ അതിലോട്ട് ചേർത്ത് ഒന്നൊരു തള വന്നതിന് ശേഷം നമുക്ക് മാറ്റി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പത്തിരി, ഇടിയപ്പം, അപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.